സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാനുള്ള സമവായ ചർച്ച ബഹിഷ്കരിച്ച് ലീഗ് വിരുദ്ധർ. ചർച്ച പ്രഹസനമാണെന്നും യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്നുമായിരുന്നു ലീഗ് വിരുദ്ധരുടെ പരാതി. മലപ്പുറത്ത് നടന്ന യോഗത്തിൽ ലീഗ് അനുകൂല വിഭാഗം പങ്കെടുത്തു. മറ്റൊരു ദിവസം ചർച്ച നടത്തുമെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമാണ് എന്നായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ അത് കൂടിയിരുന്ന് ആലോചിച്ച് അതിൻ്റെ പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങളെപ്പോഴും കൂടാറുണ്ട്. ഞങ്ങളിവിടെ കൂടി അതിൽ എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു. ഇതിൽ വിമത വിഭാഗമെന്നോ ഔദ്യോഗിക വിഭാഗമെന്നോ എന്നുള്ള ചേരിതിരിവില്ല. വേറെ കുറേ ആളുകൾ വന്നു. അപ്പം അവരുടെ പരാതികളൊക്കെ ഞങ്ങൾ കേട്ടു. ഇനി മറ്റൊരു പരാതിയും കേട്ടിട്ട് രണ്ടു കൂട്ടരും കൂടി യോജിപ്പിച്ചു കൊണ്ടിട്ട് പിന്നെ യോജിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പരാതികൾ പരസ്പരം തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതായിരിക്കും. അപ്പം അതിനൊക്കെ തിരുത്തി അത് നല്ല രമ്യതയോട് കൂടി മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരോടും ഉപദേശിക്കും, ആഹ്വാനം ചെയ്യും. അതനുസരിച്ച് നടക്കില്ല. അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ. അഷ്കർ, അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നേതാക്കൾ സമ്മതിക്കുന്നു ഇന്നിപ്പോൾ സംസാരിച്ചപ്പോൾ. ഒപ്പം ഈ മുഷാവറ യോഗത്തിന് മുൻപ് ഇനിയൊരു ചർച്ചയുണ്ടാകില്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ മുഷാവറ യോഗം മറ്റന്നാളാണ്. അതിനു മുൻപ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് സാധ്യതയുമില്ല. എങ്ങനെയായിരിക്കും ഇനി? അതുകൊണ്ട് തന്നെ നിർണായകമായിരിക്കുമല്ലോ മുഷാവറ യോഗം. അക്കാര്യത്തിൽ എങ്ങനെയാണ് ഇനിയൊരു സമവായ നീക്കങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ശ്രുതി, സമവായം കാണുന്നതിന് വേണ്ടി സമസ്ത നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത, അല്ലെങ്കിൽ സമസ്തയിൽ വിഭാഗീയത അവസാനിപ്പിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത സമവായ ചർച്ചയിൽ പോലും ഇന്നൊരു സമവായം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്ന് നേതാക്കളുടെ പ്രതികരണം അത്തരത്തിൽ ഒരു പ്രശ്നങ്ങളില്ല, പരിഹരിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നത് അത്തരത്തിലൊരു സമവായത്തിലേക്ക് ഇരു വിഭാഗത്തെയും കൊണ്ടെത്തിക്കാൻ നേതൃത്വത്തിന് ഈ ഘട്ടത്തിൽ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ സമവായ ചർച്ച തീരുമാനിച്ചത് മുതൽ തന്നെ ലീഗ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന ലീഗ് വിരുദ്ധ വിഭാഗം ഈ ചർച്ചയ്ക്ക് എത്തില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് നേതാക്കൾ നിലപാട് കടുപ്പിച്ച് പാണക്കാട് സാദിഖ് തങ്ങളടക്കം അത്തരത്തിൽ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ധിക്കാരപരമാണ്, ഇല്ലെങ്കിൽ അച്ചടക്ക ലംഘനമാണ് എന്നുള്ള കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത്ര വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും വലിയ സമ്മർദ്ദങ്ങൾ നൽകിയെങ്കിൽ പോലും അവസാന നിമിഷവും തങ്ങളെടുത്ത നിലപാടിൽ തന്നെ ഇത്തരത്തിൽ ഈ വിഭാഗം സമസ്തയിലെ ലീഗ് നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന വിഭാഗം ശക്തമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. MT അബ്ദുള്ള മുഖ്താരും ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്തയുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ PK കുഞ്ഞാൻകുട്ടിയും സ്വാദിഖ് തങ്ങളും ലീഗിൻ്റെ ഭാഗത്തു നിന്ന് പങ്കെടുത്തു. എന്നാൽ അതിന് പിന്നാലെ തന്നെ ലീഗ് അനുകൂലികൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, അബ്ദുറഹ്മാൻ കല്ലായി ഉൾപ്പെടെ, സലീം അടക്കൽ ഉൾപ്പെടെ, മൊയ്തീൻ ഫൈസി പുത്രാണി ഉൾപ്പെടെയുള്ള കുട്ടിയസന്താരം ഉൾപ്പെടെയുള്ള ലീഗ് അനുകൂലികളും യോഗത്തിന് എത്തുകയും ചെയ്തു. ഇവർ ആദ്യഘട്ടത്തിൽ ലീഗ് അനുകൂലികളാണ് ആദ്യഘട്ടത്തിൽ നേതൃത്വമായി ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. അവർ പറഞ്ഞ കാര്യം, തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നേതൃത്വത്തെ അറിയിച്ചു, അത് എഴുതി നൽകുകയും ചെയ്തു. ഒരു വിഭാഗം ചർച്ചയ്ക്ക് എത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നേതൃത്വം വിശദീകരിക്കും. കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ളതാണ് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രതീക്ഷിച്ചതുപോലെ ഒരു മുന്നേറ്റം ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. വീണ്ടും ചർച്ചകൾ തുടരും എന്നാണ് നേതാക്കൾ പറയുന്നത്. അഷ്കർ അലിയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.